ഹായ് ഹലോ ഇന്നൊന്ന് ഒരുങ്ങിയാലോ അപ്പോൾ ഇന്നൊരു ഫംഗ്ഷന് പോകണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടു. അപ്പോൾ എന്താണെന്നറിയില്ല ഇന്ന് ചെറിയൊരു മാറ്റം വന്നാലോ എന്ന് ഇരിക്കുന്നത്. എപ്പോഴും നമ്മൾ ഹെയർ സ്റ്റൈലും ഒരേപോലെ ഒരു കണ്ണെഴുതി പൊട്ട് തൊട്ടു അതിൽ നിന്ന് ചെറിയൊരു മാറ്റം വേണമെന്ന് തോന്നിയിട്ട് ഇന്ന് ഞാൻ ഫസ്റ്റ് ഹെയറിൽ മാറ്റം വരുത്തി. ഹെയർ ഒന്ന് ഫ്രണ്ടിൽ എന്തൊക്കെയോ പറയുന്നത് പോലെ തോന്നും കേട്ടോ. ഫ്രണ്ടിൽ എന്താ ചെയ്തു, പിന്നിട്ടു കേട്ടോ. പിന്നിട്ടു ക്ലിപ്പ് ചെയ്തു. അതേപോലെ അടുത്ത സൈഡ് രണ്ട് സൈഡിലായിട്ട് അങ്ങനെ ചെയ്തിട്ട് ക്ലിപ്പ് ഇട്ടു കേട്ടോ. പിന്നെ ബാക്കി മുടി വാരി കെട്ടിയില്ല, അങ്ങനെ തന്നെ അഴിച്ചിട്ട് നമ്മൾ ഇല്ലിയെടുത്ത് കെട്ടാന്നൊക്കെ പറയില്ലേ, അതേപോലെ ചെയ്തു കേട്ടോ. പിന്നെ ഒരു കുഞ്ഞ് കമ്മലിട്ടു. ഡ്രസ്സിൽ ഓൾറെഡി കുറച്ച് വർക്കുള്ളതുപോലെ തോന്നിയതുകൊണ്ട് കമ്മലിൻ്റെ വലിപ്പവും ഒന്ന് ചെറുതാക്കി കേട്ടോ. ഓക്കെ, ഇത്രയും ചെയ്തു. പിന്നെ ഈ ഒരു മോതിരം ഞാൻ എല്ലാ ഫംഗ്ഷന് പോകുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. മോതിരം സാധാരണ യൂസ് ചെയ്യാറില്ല, പക്ഷേ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യും. പിന്നെ പോയിൻറ്റ്സിൻ്റെ മോയ്സ്ചറൈസർ, ഇത് ഞാൻ യൂസ് ചെയ്യാത്ത സാധനമാണ്. അപ്പോൾ അമ്മേൻ്റെ കയ്യിൽ കണ്ടപ്പോൾ അത് മെല്ലിങ് എടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ അമ്മ വീഡിയോ കാണുമ്പോഴാണ് അയ്യോ എൻ്റെ ഇത് മോയ്സ്ചറൈസിങ് ക്രീം ഇങ്ങനെയാണ് പോയത് എന്നുള്ളൊരു ചിന്ത വരും. പറഞ്ഞു പോയി. ഓക്കെ, അമ്മേൻ്റെ അടുത്ത് നിന്ന് എടുത്തതാണ്. പിന്നെ കണ്ണിൻ്റെ മുകളിൽ ഇതും ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. കണ്ണിൻ്റെ മുകളിൽ ഞാൻ എപ്പോഴും എഴുതും. പിന്നെ ഒട്ടും മനസ്സ് ശരിയില്ല, നമ്മളൊരു മൂഡ് ഓഫ് എല്ലാം ആവില്ലേ, ആ ഒരു സമയത്ത് എഴുതാതിരിക്കും എന്നല്ലാതെ ബാക്കി എല്ലാ സമയത്തും കണ്ണിൻ്റെ മുകളിൽ എഴുതും. അതേപോലെ കണ്ണിൻ്റെ ഉള്ളിൽ എപ്പോഴും എഴുതാറില്ലെങ്കിലും ഇന്ന് ഞാൻ കണ്ണിൻ്റെ ഉള്ളിൽ എഴുതി. പിന്നെ കണ്ണിൻ്റെ മുകളിൽ പൗഡർ ഇടും. എന്താ വെച്ചാൽ ആ ഒരു കൺമഷി സ്പ്രെഡ് ആവാതിരിക്കാൻ ഐലൈനറല്ല യൂസ് ചെയ്യുക കേട്ടോ. കൺമഷീൻ്റെ സ്റ്റിക്കില്ലേ, അതാണ് യൂസ് ചെയ്യുക. അത് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പൗഡർ യൂസ് ചെയ്യും. അപ്പോൾ ആ സ്പോഞ്ച് കൊണ്ട് തന്നെ ജസ്റ്റ് ഫേസിൽ ബാക്കി എല്ലാ ഭാഗത്തും ടച്ചപ്പ് ചെയ്തു. പിന്നെ എപ്പോഴും തൊടുന്ന ഒരു കുഞ്ഞു പൊട്ട് തൊട്ടു. പിന്നെ ആ ഒരു സ്റ്റിക്കിൽ നിന്ന് ജസ്റ്റ് വിരലുകൊണ്ട് ഇങ്ങനെ തൊട്ടിട്ട് ഐബ്രോ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട്, നിങ്ങളുടെ അഭിപ്രായം പറയണം. ഞാൻ ഒരുപാട് വലിയ രീതിക്ക് മേക്കപ്പ് ഒന്നുമല്ല, എന്നാലും ഒരു കുഞ്ഞു രീതിക്ക് ഒരു കുഞ്ഞു മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം പറയണം. പിന്നെ വന്നിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ലിപ്പിന് വേണ്ടിയിട്ട് ഞാൻ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ലിപ്പിലൊരു കുഞ്ഞു പാക്ക് ഇട്ടത്. അപ്പോൾ അതേ പാക്ക് തന്നെയാണ്, അതിൻ്റെ ഒരു എഫക്റ്റാണ് ചുണ്ടിൽ കാണിക്കുന്നത്. നല്ലൊരു റെഡ് കളർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ, ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ.